ആനന്ദിക്കേണ്ട സമയമാണ്. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വിശ്വാസത്തോടെ വലതുരുന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സങ്കീർത്തന വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുക. പ്രിയമുള്ളവരെ, ഭാരത്തോടെ, വേദനയോടെ, സങ്കടത്തോടെ ഇരിക്കുന്ന നമ്മളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ദൈവം നിനക്ക് വേണ്ടി, പ്രിയ കുഞ്ഞെ, ദൈവം നിനക്ക് വേണ്ടി ഒരു ദിവസം ഒരുക്കിയിരിക്കുന്നു. ഇന്ന് നീ കർത്താവിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, കണ്ണുകളും നടച്ച്, നമ്മുടെ ജീവിത ഭാരമൊക്കെ വിശ്വാസത്തോടെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒന്ന് കർത്താവിനെ ആരാധിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഭവനങ്ങളിൽ ഇപ്പോഴായിരിക്കുന്നവരെല്ലാവരും ചേർന്ന്, ശിവേ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ആത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരേണ്ട കർത്താവേ, സന്തോഷത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ ദാഹത്തോടെ ഞങ്ങളെ വിളിക്കുന്നു. നിന്റെ ശക്തി ഞങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ. നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം ആത്മാവേ. നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഒന്ന് ചേർന്ന് പാടിക്കേ. സ്നേഹന്മാരിൽ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി വലിയൊരു ദാഹത്തോടെ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ പരിശുദ്ധാത്മാവേ ശക്തിയേകി നയിക്കണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. വളരെടുത്ത് ഒരിക്കൽ കൂടി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 130 തിരുവചനം ഓർപ്പിക്കുകയാണ്. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരകി. ദൈവത്തിൻ്റെ അറിവ് പങ്കുവെക്കപ്പെടുന്ന സമയമായത്. ലോകത്തിൻ്റെ അറിവല്ല, വിജ്ഞാനമല്ല. ഒരു ദൈവവൈതലിന് ആവശ്യമായത് ദൈവത്തിൻ്റെ അറിവാണ്. ഇന്ന് വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ ആ പ്രകാശത്തിലൂടെ എളിയ ഹൃദയത്തോടെ, ഹൃദയത്തുറവിയോടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അറിവ് കടന്നു വരികയാണ്. അതുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ വചന ശുശ്രൂഷയെ നമ്മളെ സഹായിക്കുന്നത് സിസ്റ്റർ ആൻമരിയ SH ആണ്. സിസ്റ്റർ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ശുശ്രൂഷ ചെയ്യുന്നു. കിട്ടുന്ന സമയം മുഴുവൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഓടി നടക്കുന്നൊരു വ്യക്തിയാണ്. ഇന്ത്യയിലും കേരളത്തിന് വെളിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ സിസ്റ്ററിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നാളുകളിൽ യൂട്യൂബിലൂടെയൊക്കെ അതിശക്തമായിട്ട് ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ശാലോമിൻ്റെ അനേക ശുശ്രൂഷകളിൽ ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഹൃദയം തുറന്ന് വലിയ ദാഹത്തോടെ ദൈവത്തിൻ്റെ അറിവിനു വേണ്ടി, വചനത്തിൻ്റെ പ്രകാശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവം സിസ്റ്ററെ ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാൻ സ്വർഗം ക്ഷണിക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി.
ആരൊക്കെ ദൈവകരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നോ അവനെ തന്നോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ ആരാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗം തിരുവൾത്താരിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ ആഗ്രഹത്തോടെ, ഒരുപാട് പ്രാർത്ഥനയോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെ നിന്റെ ദൈവസന്നിധിയിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവിൻ്റെ വചനം വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-11 വചനങ്ങൾ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. നിന്നോട് അവിടുന്ന് പറയുകയാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായവൻ? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ, നീ എവിടെയായിരിക്കുന്നോ, ഏതിടങ്ങളിലായിരിക്കുന്നോ, നിന്റെ കുടുംബത്തിന്റെ ഭാരപ്പെട്ട അവസ്ഥയിലാണോ നീ, ദുഃഖം നിറഞ്ഞ മനസ്സുമായി നീ വ്യാപരിക്കുന്നുണ്ടോ, നിന്റെ അടുക്കലേക്ക് സ്വർഗത്തിന്റെ കൃപ ഇതാ നിന്നെ തേടിയെത്താൻ പോവുകയാണ്. നീ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ദൈവകരങ്ങളിലേക്ക് നിന്റെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കണം. അടച്ചിട്ട മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും, മറ്റുള്ളവരെ നിന്നെ പുച്ഛിക്കുമ്പോഴും, ചുറ്റും അഗ്നിയാളിക്കത്തുമ്പോഴും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ സ്വർഗത്തിന്റെ ശക്തി നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവെ വചനമയച്ച് എന്നെ വിടുവിക്കണം, വചനമയച്ച് എന്നെ ഏറ്റെടുക്കണം കർത്താവെ, എന്നെ സ്വതന്ത്രമാക്കണം കർത്താവെ, എന്നെ സൗഖ്യപ്പെടുത്തണം. എൻ്റെ അടുക്കലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് സ്വർഗത്തിന്റെ സ്പർശനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ രാത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ മനുഷ്യമക്കൾ തൊടുമാറ് ശക്തമായ അഭിഷേകം ഈ രാത്രിയിൽ ലോക ജനതയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് എളിയവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നമുക്ക് പാടാം. നിൻ സന്നിധി മതി എന്നേശുവേ, നിൻ പ്രസാദം മതി ഇന്നെനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി. നിൻ കൃപാവരം മതി എന്നുമെന്നും. നിൻ കൃപാവരം മതി ഇന്നുമെന്നും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം ചൊരിയുന്ന കരുണ അവൻ്റെ മഹത്വത്തിന് തുല്യമാണെന്ന് വചനം പഠിപ്പിച്ചു വെക്കുമ്പോൾ, ഇന്ന് ഈ രാത്രിയിൽ വചനത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 61-ാം അധ്യായം 1, 2, 3 വചനങ്ങളിലൂടെ
അല്പനേരം നാം ഒന്ന് കടന്നു പോവുകയാണ്. സങ്കീർത്തനം 61 ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവം സുശക്തമായ ഗോപുരം. നിനക്ക് ഒളിച്ചിരിക്കാനും നിനക്ക് ശക്തിയോടെ പാർക്കാനും ഒരു ഗോപുരമുണ്ട്, അത് നിന്റെ ദൈവമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, നീ എൻ്റെ സുശക്തമായ ഗോപുരമാണ്, ഉറപ്പുള്ള ഗോപുരം, ആടി ഉലയാത്തത്, മറിഞ്ഞു വീഴാത്തത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാകുന്ന ഗോപുരത്തിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ, ജീവിതയാത്ര സുഗമമാക്കാൻ സ്വർഗം നിന്നെ വിളിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. 61 സങ്കീർത്തനത്തിൽ 1, 2, 3 വചനങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ. അങ്ങാണ് എൻ്റെ രക്ഷാ കേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തമായ ഗോപുരം. പ്രിയപ്പെട്ട മക്കളെ, ഒരു സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ മുഴുവൻ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് കർത്താവെ, ഞാൻ നിന്നെ വിളിക്കുകയാണ്, ഞാൻ കുഴിയിലാണ് കിടക്കുന്നത്, എനിക്ക് ഒരു പാറപ്പുറത്തേക്ക് കയറാനുണ്ട്, ഒരു ശക്തമായ പാറപ്പുറത്തേക്ക് എനിക്ക് കയറാനുണ്ട്, പക്ഷേ അതെനിക്ക് അപ്രാപ്യമാണ്. അതേ പ്രിയപ്പെട്ട മക്കളെ, എന്നെ ശ്രവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുണ്ട് അപ്രാപ്യമായ അനേകം പാറകൾ. വിജയത്തിൻ്റെ ചില പാറകൾ ചില വ്യക്തി ജീവിതങ്ങൾക്ക് അപ്രാപ്യമാണ്. കുടുംബ സമാധാനത്തിൻ്റെ ചില പാറകൾ ചില വ്യക്തി ജീവിതങ്ങൾക്ക് അപ്രാപ്യമാണ്. മനസ്സിൻ്റെ സന്തോഷത്തിന് ചില പാറകൾ ചില വ്യക്തി ജീവിതങ്ങൾക്ക് അപ്രാപ്യമായി നിൽക്കുന്നു. ആത്മീയ മേഖലയാകുന്ന ഉന്നത പടിയിലേക്ക് എത്താൻ പറ്റാതെ അപ്രാപ്യമായ പാറയിലേക്ക് നോക്കി നീ ഒന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അവനോട് പറയണം, കർത്താവേ, എനിക്ക് അപ്രാപ്യമായി ഈ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ എന്ന്. കർത്താവേ, ഈ കുഴിയിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ്, എനിക്ക് അപ്രാപ്യമായ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തണം. ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ, കടഭാരത്താൽ നീ മൂടി നിൽക്കുമ്പോൾ, ഇന്ന് നിന്റെ ദൈവത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മഹത്വപൂർണനായ അവൻ്റെ കൃപ കരുണയായി പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് നീ അവനോട് പറയണം. വലതുകരം ഉയർത്തിക്ക് എല്ലാ മക്കളെയും വചനമേറ്റു പറഞ്ഞ്, എൻ്റെ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ നിലവിളി, നിന്റെ ചങ്കിന്റെ നൊമ്പരം കേട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ കുറിച്ച് സങ്കീർത്തകൻ 115:12 പറഞ്ഞു വെച്ചു, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എന്നെ കുറിച്ച് വിചാരമുള്ള എൻ്റെ കർത്താവ് ഈ അപ്രാപ്യമായ പാറയെ നോക്കി ഞാൻ നിലവിളിക്കുമ്പോൾ അവനത് കേട്ടിരിക്കും. കൈ നീട്ടിത്തന്ന് കൈ പിടിച്ചെന്നെ അങ്ങോട്ടേക്ക് കയറ്റാൻ ശക്തനായ തമ്പുരാന്റെ കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ നീ തയ്യാറായാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, അത്ഭുതങ്ങളുടെ രാത്രിയാണ്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവ പ്രവൃത്തികളെ കുറിച്ച് ദൈവജനത്തോട് സംസാരിക്കണമെന്ന്. സുവിശേഷത്തിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവനിലും നാം കാണുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതേ പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നീ ഭൂമിയിൽ ഇറങ്ങി നിൽക്കാൻ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നു, നിന്റെ കൺമുമ്പിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4ഉം 5ഉം അധ്യായങ്ങളിൽ ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു കുടുംബനാഥയെ നാം കണ്ടുമുട്ടുകയാണ്. ദൈവത്തിന്റെ ദൂത് സ്വീകരിച്ച് ഇസ്രായേൽ മക്കളെ നയിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത ന്യായാധിപയായ ഒരു സ്ത്രീയാണ് ദെബോറ എന്ന് പറയുന്ന പെൺകുട്ടി. ആ സ്ത്രീ ദൈവസന്നിധിയിൽ ദൂത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ തോൽപ്പിച്ചോടിക്കാൻ യുദ്ധത്തിന് വന്നിരിക്കുന്ന സിസേറ എന്ന് പറയുന്ന സൈന്യാധിപനെതിരെ യുദ്ധം ചെയ്യാൻ പോകാൻ ബെറാക്ക് എന്ന് പറയുന്ന യുവ സൈന്യാധിപനെ തയ്യാറാക്കണമെന്ന് ദെബോറയോട് കർത്താവ് അരുളി ചെയ്യുകയാണ്. ദെബോറ ബെറാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിന്നോട് പറയുകയാണ്, നീ പോയി സിസേറയോട് യുദ്ധം ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ ദൂത് സ്വീകരിച്ച ബെറാക്ക് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാൻ പോകാം, പക്ഷെ ഞാൻ തന്നെ പോവില്ല, എനിക്ക് ഭയമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. അവൾ അവൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ബെറാക്ക് ഇതാ സൈന്യാധിപന്മാരെയും കൂടെയുള്ള പടയാളികളെയും മുൻനിരയിൽ നിർത്തി അവർ യുദ്ധം ചെയ്യാൻ യുദ്ധത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവൻ ശത്രു സൈന്യത്തിൻ്റെ ബാഹുല്യം കണ്ട്, ആൾ ബലം കണ്ടപ്പോൾ ഭയന്നു നിൽക്കുകയാണ്. ഭയം വന്നു അവൻ്റെ മുൻപിൽ. ഭയപ്പെട്ട അവനോട് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 14ഉം 15ഉം വചനങ്ങളിൽ ദെബോറ പറയുകയാണ്. ദെബോറ ബാറക്കിനോട് പറഞ്ഞു, മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിന്ന്, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. അപ്പോൾ ബാറക്ക് തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. ശ്രദ്ധിക്കണം ഈ വചനം. ഇപ്രകാരമാണ്, ബാറക്ക് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവന് അല്പം ഒരു ഭയം വന്ന് നിൽക്കുകയാണ്. ഉടനെ ദെബോറ പറഞ്ഞു, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് അവൾ പറഞ്ഞത് കേട്ടപ്പോ, മുന്നേറാൻ പറഞ്ഞു കൊടുത്തപ്പോ ദെബോറ ബാറക്കിനോട് പറഞ്ഞപ്പോ സിസേറ ബാറക്ക് തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഒരു സ്റ്റെപ്പ് അങ്ങ് വെച്ചു. ദൈവം കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിച്ചിരിക്കേണ്ട കാര്യമില്ല, കർത്താവ് മുന്നിലുണ്ട്. ഒരു വലിയ ബോധ്യമാണ് ബാറക്കിന് കിട്ടുക. കർത്താവ് മുന്നിലുണ്ട്, ഇനി മുന്നോട്ടേ ഉള്ളൂ, പുറകോട്ടില്ല. പുറകോട്ട് പോകാൻ സ്വർഗം അനുവദിക്കുന്നില്ല. ആരൊക്കെ സ്വർഗത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നു, അവന്റെ ജീവിതം പുറകോട്ട് പോയി കുഴിയിലെത്താനല്ല, മുന്നോട്ട് പോയി ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, സ്വർഗം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ ബാറക്ക് ദെബോറ പറഞ്ഞത് കേട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, പിന്നെ ബാറക്ക് ഒന്നും ചെയ്തതായി നാം കാണുന്നില്ല. വചനം എഴുതിയിരിക്കുകയാണ്, കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നുകൊടുത്ത ഒരു ബാറക്കിനെയും പ്രവർത്തിച്ച ഒരു ദൈവത്തെയും തിരുവചനം പരിചയപ്പെടുത്തുമ്പോൾ, ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നോടും നിങ്ങളോടും സ്വർഗം പറയുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ മനസ്സ് വിറങ്ങലിച്ചും ഭയപ്പെട്ടും ദുഃഖത്തിലും നിരാശയിലും ആത്മഹത്യ മാത്രം മുമ്പിലെന്ന് പറഞ്ഞും നീ ചിന്തിച്ചിരിക്കുമ്പോൾ നിന്നോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, മുന്നേറുക. പ്രിയപ്പെട്ട മക്കളെ, ജീവിതയാത്രയിൽ അവന്റെ കരം പിടിച്ച് മുന്നേറാൻ കാലെടുത്തു വെച്ചാൽ നിന്റെ കൺമുൻപിൽ
ദൈവ പ്രവൃത്തികൾ കാണും. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ നിന്നോടൊപ്പം മുന്നേറാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് ഒരിക്കൽ കൂടി ദൈവ പ്രവൃത്തികൾ കാണാൻ ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ബാറക്കിന് മുമ്പിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ കുടുംബത്തിലേക്ക് ഇന്ന് ദൈവശക്തി വെളിപ്പെടുത്താൻ തയ്യാറാകുന്ന ആ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ കർത്താവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവജനത്തിന്റെ എല്ലാ വേദനകളെയും ഓ കർത്താവെ എളിയവരായി ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് ദൈവ പ്രവൃത്തി രാത്രി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ കർത്താവെ സ്തുതിക്കുന്നു. ശക്തിയേറിയ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ഈശോയെ നന്ദി, നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവകരങ്ങളിൽ അർപ്പിച്ചാൽ ദൈവം തൻ്റെ ശക്തി നമ്മുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ വഴികളിൽ വെളിപ്പെടുത്തുമെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റൊരു സങ്കീർത്തനം കൂടി നാം ചിന്തിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 54 അധ്യായം. സങ്കീർത്തനം 61 അപ്രാപ്യമായ പാറയിലേക്ക് കയറാൻ ദാഹിച്ച് പ്രാർത്ഥിച്ച സങ്കീർത്തകനെ ഞാനും നിങ്ങളും കണ്ടുമുട്ടുമ്പോൾ 54 അധ്യായത്തിൽ സങ്കീർത്തകൻ ഉറപ്പിച്ച് പറയുകയാണ്, ദൈവം എനിക്ക് സഹായം, ദൈവം എനിക്ക് സഹായം. ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് സഹായം. ഉറപ്പിച്ച് പറയണം, ദൈവം എനിക്ക് സഹായം. നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് നീ ഉറക്കുകയൊന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് സഹായം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിൽ അവന്റെ അവസ്ഥ വെളിപ്പെടുത്തുകയാണ്. സിഫ്യർ, ദാവീദ് ഒളിച്ചിരിക്കുന്നുവെന്ന് തങ്ങളുടെ ഇടയിൽ ദാവീദ് ഒളിച്ചിരിക്കുന്ന സിഫ്യർ ചെന്ന് സാവൂളിനെ അറിയിക്കുകയാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ട സങ്കീർത്തകനാണ് ഈ സങ്കീർത്തനം പറയുന്നത്. താൻ അഭയം തേടി, സാവൂളിൽ നിന്ന് അഭയം തേടി ഓടി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒളിച്ചായിരിക്കുന്ന ആ സ്ഥലത്ത് അവിടുത്തെ ജനം ദാവീദിനെ തിരിച്ചറിഞ്ഞിട്ട് ഓടിച്ചെന്ന് ഒറ്റിക്കൊടുക്കുകയാണ്. സാവൂളിനോട് പറയുകയാണ്, അവൻ ഇവിടെ ഉണ്ട്. ഒറ്റിക്കൊടുക്കപ്പെട്ട അവസ്ഥയിൽ ദാവീദ് പറഞ്ഞു, എനിക്കാര് സഹായമുണ്ടെന്നാ? ദൈവം എനിക്ക് സഹായമുണ്ട്, ദൈവം എനിക്ക് സഹായമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ് 4-ാമത്തെ വചനത്തിൽ, അവൻ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോഴും പ്രതീക്ഷയോടെ ഈ രാത്രിയിലും നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ നിനക്ക് വേണം. അപ്രാപ്യമായ പാറയിലേക്ക് നിന്നെ അവൻ കയറ്റി നിർത്തുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ നീ പറയണം, ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമൊക്കെ ചങ്കിൽ എഴുതി വെച്ചിട്ട് ആവർത്തിച്ച് നീ പറഞ്ഞോണം, ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നത്. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കേറ്റ് പറയാം. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദൈവം എനിക്ക് സഹായമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നോ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറ സ്വർഗം തുറക്കും. ഈ അടുത്ത നാളിൽ എനിക്ക് വന്ന ഒരു ടെസ്റ്റ് മണി ഇപ്രകാരമാണ്. ഉപ്പുതോടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചേച്ചി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ്. നീണ്ട മെസ്സേജാണത്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, സിസ്റ്ററെ,
എൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. എവിടെയെങ്കിലുമൊക്കെ വചനം പറയുമ്പോൾ അതൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഏകദേശം 1 മാസം മുമ്പ് എൻ്റെ കാലിൻ്റെ കണ്ണ അത് പൊട്ടിയിട്ട് നടക്കാൻ പറ്റാതെ കട്ടിൽ കിടക്കുകയാണ്. ഞാൻ പല വിധത്തിലെ ചികിത്സയൊക്കെ ചെയ്തിട്ടും ഇത് ശരിയാകുന്നില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടും ശരിയാകുന്നില്ല. എനിക്ക് വേദന കൊണ്ട് ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി, വചനം കേൾക്ക്, ടോക്കുകൾ ശ്രദ്ധിക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടും എനിക്ക് നിർത്താനാണ് തോന്നിയത്. കാരണം ഓരോ ദിവസവും ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് സൗഖ്യങ്ങളൊന്നും വരാത്തതുപോലെ എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ നിരാശയിലേക്ക് പോയി. പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. ഒരു നന്മ നിറഞ്ഞ മറിയം പോലും കൊന്തയെടുത്ത് ഞാൻ ചൊല്ലാറില്ല. ഒരു വചനം പോലും ഞാൻ കേൾക്കാറില്ല. യൂട്യൂബിൽ മാറി മാറി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്കുള്ളത്. ദൈവകരങ്ങളിൽ നിന്ന് മാറി ചരിക്കാൻ ഞാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ ഇങ്ങനെ യൂട്യൂബിൽ പരിശോധിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ടോക്ക് എൻ്റെ കൺമുമ്പിൽ പെട്ടു. അത് സിസ്റ്റർ പറഞ്ഞ ഒരു വചനത്തിന് ടോക്കായിരുന്നു. എന്തോ അത് കേൾക്കാനായിട്ട് എനിക്കൊരു പ്രേരണ. ഞാനത് തുറന്നു നോക്കുമ്പോൾ ശേഷയ്യ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ ചേച്ചി എഴുതിയിരിക്കുകയാണ്, ഈ വചനത്തിൻ്റെ ആദ്യ സെന്റൻസുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ ശരീരത്തിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അഗാധമായ നിദ്രയിൽ അകപ്പെട്ടു പോയി. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ ടോക്ക് അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. പൊട്ടിയിരുന്ന എൻ്റെ കാലിൻ്റെ കണ്ണ കൂടിച്ചേർന്ന് എനിക്ക് നടക്കാൻ സാധിക്കുന്ന വിധത്തിൽ ദൈവം ഇടപെട്ടിരിക്കുന്നു. സ്ത്രീ എഴുതിയിരിക്കുകയാണ്, ഇന്ന് ഞാൻ മിറ്റിൽ മുട്ടുകുത്തി ഒരു ദിവസം 4-5 ജപമാല ചൊല്ലാൻ തുടങ്ങി. ഇന്ന് കർത്താവിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. എൻ്റെ രോഗം, പട്ടിണി, ദുരിതം കൊണ്ട് ബുദ്ധിമുട്ടിലായ, നിരാശയിലായ, ദേഷ്യപ്പെടുന്ന എൻ്റെ ജീവിത പങ്കാളി ഇന്ന് ദൈവത്തിൻ്റെ കൂടെ ചരിക്കാൻ തുടങ്ങി. മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കുടുംബത്തിലായിരുന്ന വചനം കേൾക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് വചനത്തിൻ്റെ ശക്തിയായി ദൈവം വെളിപ്പെടുന്നുള്ള വലിയ സത്യം മറന്നു പോകരുത്. അത് ചങ്കോട് ചേർത്ത് വെച്ചിട്ട് പറയണം. ഈ നിരാശ കുഴിയിലും പറയണം, കർത്താവേ, നീയാണ് എൻ്റെ സഹായം, നീ മാത്രമാണ് എൻ്റെ ദൈവം. നീ മാത്രം കൺമുമ്പിൽ ദൈവത്തെ മാത്രം കണ്ടാൽ നിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുക. അത്രമാത്രം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഇന്ന് ഞാനും നിങ്ങളും തയ്യാറായാൽ, ഇന്ന് ഈ ബുദ്ധിമുട്ടേറിയ യാത്രകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കൂടുതൽ കൃപയിലേക്ക് നയിക്കാൻ ദൈവത്തിന് പറ്റും. അതാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 8-9 വചനങ്ങൾ, അതിൽ അതിമനോഹരമായൊരു വചനമുണ്ട്. അത് ഈ രാത്രിക്കുള്ള വചനമാണ്. ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്ന വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുറ്റവനാണു ദൈവം. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിക്കണം, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. മറക്കരുത് വചനം, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. എന്താണ്? അനുഗ്രഹങ്ങൾ വാരി വിതറുന്നവൻ അവിടെ നളന്നല്ല ഒന്നും കൊടുക്കുന്നത്, അവന് വാരി വിതറാനേ അറിയത്തുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സദാസമൃദ്ധമായി ഉണ്ടാകാൻ, സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ പലരെയും സഹായിച്ചിരുന്ന അനേകം കരങ്ങൾ ഇന്ന് സഹായിക്കാൻ പറ്റാതെ മടങ്ങിയിരിക്കുകയാണ്. കാരണം സാമ്പത്തിക മേഖല തകർന്നു പോയിരിക്കുകയും. ആഗ്രഹമുണ്ട് സഹായിക്കാൻ, പലരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല മനുഷ്യരും ഇന്നതിന് പറ്റാത്ത വിധത്തിൽ സാമ്പത്തികം തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, 20 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാനുണ്ട്, ഇതെനിക്ക് 1 മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല.
പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം സാമ്പത്തികമായ ടൈറ്റിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ മക്കൾ ഈശോയിൽ നിന്ന് അകന്ന് പല വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഒരു മനുഷ്യകരത്തിനും എന്നെയോ നിങ്ങളെയോ രക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ നിനക്ക് ധാരാളമായി തരാൻ കഴിവുറ്റവൻ നിന്റെ ദൈവം, ശക്തിയുള്ള നിന്റെ ദൈവം, ആവശ്യമുള്ളതൊക്കെ നൽകുന്ന ദൈവം. അവൻ എന്ത് ചെയ്തു? അവൻ വാരി വിതറി. വിശുദ്ധ വചനം എഴുതി വെച്ചിരിക്കുക, അവൻ വാരി വിതറി. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ വാരി വിതറുന്ന അനുഗ്രഹങ്ങൾ നിന്നെ തൊടാതെ പോകരുത്, നിനക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകരുത്. നിന്റെ വേദനയേറിയ ദുഃഖങ്ങൾ, നിനക്കുള്ള ഒരുപാട് ആവശ്യങ്ങൾ, തുടരെയുള്ള പരാജയങ്ങൾ ഒക്കെ ഒന്ന് സമർപ്പിച്ച് ഇന്ന് വിജയത്തിൻ്റെ നിമിഷങ്ങളായി മാറാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്ത്. കർത്താവിൻ്റെ പക്കൽ എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്ത്. അനുഗ്രഹത്തിൻ്റെ ഒരു വാരി വിതറൽ കർത്താവ് ചെയ്യാൻ പോകുന്ന ഈ രാത്രി എനിക്കും നിങ്ങൾക്കും സമൃദ്ധമായി നൽകാൻ വേണ്ടി കഴിവുറ്റവനായ ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കുക. വിശ്വസിച്ചാൽ ഇന്ന് അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ശക്തമായ ഇടപെടലുകൾ ഈശോ തരുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അനേകം ഹൃദയങ്ങൾക്ക് ഈശോ ആശ്വാസം പകരുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിരാശയുടെ കെട്ടുകൾ ഈശോ പൊട്ടിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നത്. സ്തുതിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അനുഗ്രഹത്തിന്റെ ഒരു വാരി വിതറൽ ഈ രാത്രിയിൽ നിന്റെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ഉറവിടമായ കർത്താവേ, ഈ രാത്രി കൃപയുടെ വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകരം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, കൃപയുടെ നീർച്ചാൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. കർത്താവേ, നന്ദി, നന്ദി. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവേ, എന്നെ സമർപ്പിക്കുകയാണ്. ഈ രാത്രി അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ മൂടാൻ, വാരി വിതറുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ മൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, നാഥ, എന്നെ സമർപ്പിക്കുന്നത് ഗാനത്തിൻ്റെ ഈരടികൾ നമുക്കൊരുമിച്ച് ഒരു മനസ്സോടെ ഒന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്റെ ജീവിത പങ്കാളിയെ നീ ചേർത്ത് പിടിക്കുക, നിന്റെ മക്കളെ നീ ചേർത്ത് പിടിക്ക്, നിന്റെ നൊമ്പരങ്ങൾ ചേർത്ത് പിടിക്ക്, നിയോഗങ്ങൾ ചേർത്ത് പിടിക്ക്. കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ മഹത്വമേറിയ കരുണ ഇന്ന് ഒഴുകിയിറങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ശക്തിയോടെ എല്ലാ മക്കളും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിരിക്കാം ഈശോയുടെ സന്നിധിയിൽ. നമ്മൾ ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൺമുമ്പിൽ വെളിപ്പെടുന്ന നമ്മൾ കാണുന്ന ദിവസമാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഒരുപാട്, ദൈവം ഇറങ്ങി നിന്ന് ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിച്ച
ഒരുപാട് അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് മക്കബായരുടെ പുസ്തകം. മക്കബായരുടെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ദൈവം തൻ്റെ ദൂതരെ അയച്ച് ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വചനഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനഭാഗം നാം ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, വാരി വിതറുന്ന അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വചനം പറയുകയാണ്. 2 മക്കബായർ 10-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണും. യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച തിമോത്തയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയും ശേഖരിച്ചു. യൂദയ പിടിച്ചടക്കാൻ വേണ്ടി പട നീക്കി. അപ്പോൾ മക്കബെയൂസും അനുയായികളും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു. ബലിപീഠത്തിൻ്റെ മുമ്പിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയും ആയിരിക്കണമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതെ ഈ യുദ്ധം ജയിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം തിമോത്തിയോസും കൂട്ടരും യഹൂദ ജനതയെ തോൽപ്പിച്ചോടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞ മക്കബേയരും അനുയായികളും ഈ ഒരു യുദ്ധം വരാൻ പോവുകയാണ്, തകരാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ദൈവശക്തി വെളിപ്പെടാൻ അവർ ആദ്യം ചെയ്തത് ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു. 3 കാര്യങ്ങളാണ്. പ്രാർത്ഥിച്ചു അവർ, അതാണ് അത്യന്തികമായ കാര്യം. പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്കു ചുറ്റി. തന്നെ എളിമപ്പെടുത്തി ശിരസ് ഉയർന്നു നിൽക്കുക. നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുക അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇപ്പോൾ ശിരസ് താഴ്ത്തി പൂഴി വിതറി എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുക എന്നതാണ് ദൈവപ്രവൃത്തി. നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണണമെങ്കിൽ ഇന്നും നടക്കും മക്കളെ, അത് ഇന്നും നടക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഇറങ്ങി വരും, നടക്കുമത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒന്നാമത് നീ ചെയ്യേണ്ടത് നിന്റെ ശിരസിനെ ദൈവസന്നിധിയിൽ കുനിയാൻ വിട്ടുകൊടുക്കണം, എളിമപ്പെടണം. എന്നിട്ടോ 2-ാമത്തെ കാര്യം, അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു. അപ്പോൾ എന്താണ്? പരിത്യാഗത്തിൻ്റെ വസ്ത്രം തലയിൽ പൂഴി വിതറിയും എളിമപ്പെട്ടും അനുതാപത്തോടെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ നിറവേറുമെന്നുള്ള വചനമാണ് അടുത്ത വചനത്തിൽ നാം കാണുക. പ്രിയപ്പെട്ടവരെ, പൂഴി വിതറിയത് കൊണ്ടോ പരിത്യാഗം ഏറ്റെടുത്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. മറ്റൊരു കാര്യം കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ടത് എവിടെയെന്ന്. എവിടെയാണ് നീ പ്രാർത്ഥിക്കേണ്ടെന്ന് വചനം എഴുതിയിരിക്കുന്നു. ബലിപീഠത്തിൻ്റെ മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയുമായിരിക്കണമെന്ന് അവിടുത്തോട് അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. മറ്റൊരിടത്തോട്ട് നമുക്കിപ്പോൾ ഓടാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മാത്രമായിരിക്കുന്ന അവസ്ഥ. അവിടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും തീർത്തു വെച്ചിരിക്കുന്ന ഒരു ബലിപീഠമുണ്ട്. ആ കർത്താവിൻ്റെ പക്കലേക്ക്, അതെല്ലാം ഏറ്റെടുക്കുന്നവൻ്റെ പക്കലേക്ക് നിന്റെ ജീവിതം ചേർത്ത് വെച്ചിട്ട് നീ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കർത്താവേ എന്നോട് ദയയുണ്ടാകണമേ. കർത്താവേ, നീ എന്നോട് ദയ കാണിക്കണമേ. ദൈവപ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ എനിക്ക് കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നീ അവനോട് പറയാൻ. ഞാൻ എല്ലാം തികഞ്ഞവനല്ലല്ലോ, എല്ലാം തികഞ്ഞവളല്ലല്ലോ, അയോഗ്യയാണ് ഞാൻ. കർത്താവേ, ദയയില്ലാതെ എനിക്കൊന്നും പറ്റില്ല.
റോമ 9:16 വചനം പറയുകയാണ്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതേ മക്കളെ, അവന്റെ ദയ നീ ചോദിക്കണം. പരിത്യാഗം ഏറ്റെടുത്ത് സ്വയം എളിമപ്പെട്ട് അവനോട് പറയണം, ദയ തോന്നണം കർത്താവേ, പ്രഭാവം പോലെ ഉയർന്നു നിൽക്കുന്ന കാരുണ്യം അതെന്നോട് കാണിക്കണമെന്ന്. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം, വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ വചനഭാഗം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഇവിടെ ദൈവം പ്രവർത്തിച്ചത് കാണുകയാണ്. ആ ഒരു വലിയ വിശ്വാസം, നിയമത്തിൽ, കർത്താവിൻ്റെ നിയമത്തിൽ, അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, കർത്താവേ, ഇതുപോലെ എനിക്ക് നീ നീതി നടത്തി തരണം, എന്നോട് നീ കരുണ കാണിക്കണം. അതെ പ്രിയപ്പെട്ടവരെ, അവരപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ എതിരാളിക്കെതിരാളിയായി എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ മുഴുവൻ നീ ഏറ്റെടുത്തോണം. കാരണം അവരെനിക്കെതിരാളിയാണെങ്കിൽ എൻ്റെ എതിരാളിക്കെതിരാളിയായി, എൻ്റെ ശത്രുക്കൾക്ക് ശത്രുവായി നീ എൻ്റെ കൂടെ വരണേ കർത്താവേ. എനിക്ക് തന്നെ പോകാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ വരണം. അനന്തരം ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശക്തിയാണ്. പിന്നെ നിരാശയില്ല, പിന്നെ ഭയമില്ല, പേടിയില്ല. കർത്താവ് കൂടെ വരുമെന്നുള്ള ബോധ്യം അവർക്ക് കിട്ടി. അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുന്നോട്ട് നീങ്ങി. ശത്രു സങ്കേതം സമീപിച്ചപ്പോൾ നിന്നു. മുന്നോട്ട് നീങ്ങി യാത്ര ചെയ്തു. അതാ ശത്രു പാളയം കണ്ടപ്പോൾ അവർ നിന്നു. പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനടുത്ത വചനമാണ്, തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല, കർത്താവിലുള്ള ആശ്രയം ആണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ ഒരു വശത്ത്. ഇസ്രായേൽ മക്കൾക്ക്, യഹൂദർക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ പരാക്രമത്തിലൊന്നും കാര്യമില്ല, മറിച്ച് എൻ്റെ കർത്താവ് മാത്രമാണ് ആശ്രയം. മറുവശത്ത് ശത്രു സൈന്യത്തിൻ്റെ അവസ്ഥ എഴുതി വെച്ചിരിക്കുകയാണ്. അവർ തങ്ങളുടെ ക്രോധ ആവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ. അവർക്ക് കോപവും ക്രോധവും മാത്രമേ ഉള്ളൂ. ഇവിടെ കർത്താവ് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായി. യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണ കടിഞ്ഞാണിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ 5 പേർ ആകാശത്തു നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു. ശത്രു നോക്കി നിൽക്കുമ്പോൾ കാണുകയാണ്, സ്വർണ്ണ കണിയാനിട്ട കുതിരകളുടെ പുറത്ത് 5 പേർ ആകാശത്ത് നിന്ന്. എവിടെ നിന്ന്? എൻ്റെ സഹായം സ്വർഗത്തിൽ നിന്ന്. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കർത്താവെ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ദൈവമേ, നീയാണ് എൻ്റെ സഹായമെന്ന് പറഞ്ഞതുപോലെ ഇത് ആകാശത്ത് നിന്ന് വരികയാണ്, ഉന്നതങ്ങളിൽ നിന്ന് വരികയാണ് നമ്മുടെ സഹായം. എന്നിട്ടോ അവർ മക്കവേയുസിനെയും കൂട്ടർക്കും മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവരെ സംരക്ഷിച്ചു. ശത്രുവിൻ്റെ ഒരു പോറല് പോലും ഏൽക്കാതിരിക്കാൻ അവരെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതരുടെ ഒരു കൂട്ടം, സ്വർഗത്തിൻ്റെ സഹായം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മക്കബേയരും കൂട്ടരും കണ്ടു. അവർ യുദ്ധം വിജയിച്ചുവെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ച് അന്ധതയിലാഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ വിജയം കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെയുള്ള ദൈവ പ്രവൃത്തികൾ ഈ നാളുകളിൽ നടന്നേ പറ്റൂ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ സഹായം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഇനി പഴയൊരവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം പല വിധത്തിൽ നമ്മൾ ഞെരുങ്ങി നിൽക്കുകയാണ്. സ്വർഗമല്ലാതെ ഒരു കൈപ്പിടിയില്ലെന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ചു പറയണം, ദൈവമേ, നീയാണ് എൻ്റെ സഹായം, നീ മാത്രമാണ് എൻ്റെ സഹായം, നിന്നിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ്. വ്യക്തി ജീവിതങ്ങൾ അനുതപിക്കാൻ തയ്യാറായാൽ കർത്താവിൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്. ഇനി മക്കമാരുടെ ഈ ഒരു വിജയം കണ്ടപ്പോൾ ലിസിയാസ് എന്ന് പറയുന്ന അന്ത്യോക്കസ് യുപ്പാത്തോറിൻ്റെ സൈന്യാധിപന് വലിയ അരിശം തോന്നി ഇവരോട്.
കാരണം ഇവരെ 5 പേര് വന്ന് സംരക്ഷിച്ച് യുദ്ധത്തിൽ വിജയിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഇത് ശരിയല്ലല്ലോ, ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ഇവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അദ്ദേഹം യുദ്ധസ്ഥലത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഈ സംഭവങ്ങൾ 11-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം കാണും. ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്ന ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവൻ ഉടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശമാക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ നഗരം മുഴുവൻ പിടിച്ചടക്കി, കർത്താവിൻ്റെ ആലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മുഴുവൻ പിടിച്ചടക്കി, അവരുടെ ദേവാലയം കൊള്ളയടിച്ച് ഗ്രീക്ക് അധിനിവേശമാക്കുക, നിലംപരിശാക്കുക. ദൈവത്തിൻ്റെ ജനത്തെ നിലംപരിശാക്കാൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ജനത്തെ നിലംപരിശാക്കാൻ ശത്രു പ്ലാനിടുകയാണ്. അപ്പോൾ മറ്റ് ജനതകളുടെ ക്ഷേത്രങ്ങൾക്ക് എന്നതുപോലെ അവരുടെ ദേവാലയത്തിൽ നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും ഒക്കെ അവൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പം നിയമത്തെ അശുദ്ധമാക്കുക, ദേവാലയത്തെ തകർക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പ്ലാൻ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ലിസിയാസിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയുകയാണ്. അവൻ ദൈവശക്തിയെ തൃണവൽക്കരിച്ചെന്ന് മാത്രമല്ല, 10,000-കണക്കിനുള്ള കാലാൾ പടയാളികളെയും 1000-കണക്കിനുള്ള കുതിരാൾ പടയാളികളെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ, നമ്മെ തകർക്കുന്നവർ അഹങ്കരിക്കുന്നത് സ്വന്തം കഴിവിലാണ്. എന്നാൽ നമുക്കൊരാശ്രയമേ ഉള്ളൂ, അത് കർത്താവ് മാത്രം. പ്രിയപ്പെട്ടവരെ, പല വ്യക്തികളുടെയും സാക്ഷ്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. പരീക്ഷയ്ക്ക് പോയി എഴുതാൻ നിൽക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴുമൊക്കെ പലപ്പോഴും കിട്ടില്ല എന്നുള്ള ചിന്തയോടെ ആവലാതിപ്പെട്ട് സങ്കടപ്പെടുന്ന അനേകം ജീവിതങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഒരു വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. നിയമാവർത്തനം 28:10, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും നിന്നെ ഭയപ്പെടും. അതിശക്തമായ വചനമാണ്. കേസുകൾക്ക് പോകുമ്പോൾ ഈ വചനം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായൊരു വചനം, ഇടപെടലൊരു വചനമാണ്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും നിന്നെ ഭയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാണ് മക്കബേയൂസിൻ്റെ ബലം. കാരണം അവൻ്റെ കൂടെ കർത്താവുണ്ട്. അവനെ ഭയപ്പെടാൻ ഭയപ്പെടാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കും നിന്റെ കൂടെയുള്ള കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ അതാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ശത്രു എന്നെ പേടിയോടെ നോക്കും. ഇന്ന് അലറുന്ന സിംഹത്തെ പോലെ പിശാച് ഇറങ്ങി നിന്ന് കുടുംബത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഞാനെന്ന വ്യക്തി ഇല്ലാതായിരിക്കുകയാണ്. എന്നെ ദൈവനാമം വസിക്കുന്നില്ല, ദൈവം കുടികൊള്ളുന്നില്ല. അതാണ് ഭയവും ഉത്കണ്ഠയും ആകുലതയും പ്രാർത്ഥനയില്ലായ്മയും മ്ലേച്ഛ പ്രവൃത്തികളും കൊണ്ട് പലപ്പോഴും ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മോട് പറയുകയാണ്, നീ എൻ്റെ നാമം വഹിക്ക്, എന്നിൽ നീ ജീവിക്ക്, നിനക്ക് പരാജയമില്ല. മക്കബേയൂസിൻ്റെ കൂടെ കർത്താവ് കൂടെയുണ്ട്. അവൻ കൂടെയുള്ളത് കൊണ്ട് ഈ ലിസിയാസ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതിനായി മക്കബേയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടിയപ്പോൾ ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടി അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, കാരണം അവർക്കറിയാം നമ്മുടെ കൂടെ കർത്താവുണ്ട്. അവൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞാൽ, അവൻ്റെ മുമ്പിൽ ഒന്ന് വിലപിച്ചാൽ സ്വർഗത്തിൻ്റെ സഹായം മുമ്പിലേക്കെത്തും. എന്തിന് നീ നെഞ്ച് പൊട്ടിക്കരയണം? എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നത് സങ്കീർത്തകൻ ചോദിക്കുന്നില്ലേ? കാരണം എന്താണ്? കർത്താവ് കൂടെയുള്ള ജനമാണ് മക്കളെ. നമ്മൾ ദൈവം കൂടെയുള്ള ജനമാണ്. ആര് ഞെരുക്കിയാലും, ആരവകാശങ്ങൾ പിടിച്ചു പറിച്ചെടുത്താലും ദൈവം കൂടെയുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും കുറവില്ല എന്ന് നിനക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. ഒരു സ്ത്രീ പ്രകാരം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. 21 വയസ്സുള്ള മകൻ, അവൻ മെനിഞ്ചൈറ്റിസ് രോഗബാധിതനായി 1 മാസക്കാല വെന്റിലേറ്ററിലാണ്. ഡോക്ടർമാർ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല, തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും വെന്റിലേറ്റർ മാറ്റി. എന്തിന്? 1 മാസമായി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ സ്ത്രീ കണ്ണുനീരോടും വിലാപത്തോടും അനുതാപത്തോടും കൂടി എൻ്റെ ദൈവം എൻ്റെ മകനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു ഒരാഴ്ചക്കാലം ഉപവാസമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ മകൻ പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണമായ സൗഖ്യത്തോടും കൂടി വീട്ടിലുണ്ടെന്ന് ആ ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെയും നിങ്ങളുടെയും കൂടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ഞാനും നിങ്ങളും ഒരുമിച്ച് കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതങ്ങളാണ്. നീ വേറെ ആരെയും നോക്കണ്ട. നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോയുടെ കൂടെ ജീവിച്ചോണം, ഈശോടൊപ്പം നടന്നോണം. ഈശോ മറ്റെല്ലാവരേക്കാൾ അധികമായി നിന്നെ കരുതും. നിനക്ക് വേണ്ടി ഈശോ ഇടപെടുക തന്നെ ചെയ്യും. ഓസ്ട്രേലിയയിൽ നിന്ന് ലോട്ട്സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നിട്ട് 6 മാസമായി. 5ഉം 2ഉം 7ഉം വയസ്സുള്ള പിള്ളേർ എനിക്കുണ്ട്. നോക്കണമെങ്കിൽ ഒരു ജോലി കിട്ടണം. അപ്ലൈ ചെയ്ത് ഞാൻ മടുത്തു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചു. നിയമാവർത്തനം 28:10 കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും നിന്നെ ഭയപ്പെടും. ഇന്റർവ്യൂവിന് പോകും, റിജക്റ്റ് ആകും. ഇതാണ് അവളുടെ അവസ്ഥ. ഞാൻ ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, 72 ദിവസം നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി എനിക്ക് 29ാമത്തെ ദിവസം എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ഇപ്രകാരമാണ്: സിസ്റ്റർ, 72 ദിവസം പോലും പൂർത്തിയായില്ലല്ലോ. ദൈവം എനിക്ക് തന്ന ജോലിയിൽ PR ഉൾപ്പെടെയാണ് എനിക്ക് ജോലി തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ മിറക്കിൾ എന്നാണ് അവൾ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. പക്ഷെ നീ തീരുമാനിക്കണം, അവൻ്റെ കൂടെ യാത്ര ചെയ്യണോ, ആരുടെ കൂടെ യാത്ര ചെയ്യണമെന്ന്. ഈ മക്കബേയുസിനറിയാം 5 ദൂതരെ സ്വർഗത്തിൽ നിന്ന് അയച്ചെങ്കിൽ ഈ ലിസിയാസ് വരുമ്പോഴും ദൂതനെ അയക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. അതുകൊണ്ട് അവനും കൂട്ടരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരു ദൂതനെ ഇങ്ങോട്ടൊന്ന് അയച്ചേക്കണേ കർത്താവേ. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ആദ്യം ആയുധമെടുത്തത് മക്കബേയുസ്. ധൈര്യം കിട്ടി, അവർ ആയുധമെടുത്ത് ഇറങ്ങുകയാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ ഒരാശ്വാരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുമ്പേ നീങ്ങുന്നത് കണ്ടു. അതാ ദൈവം മുമ്പേ നീങ്ങുന്നത് മക്കബേസ് കണ്ടു. കർത്താവിൻ്റെ ദൂതനത അവരുടെ മുമ്പേ പോവുകയാണ്. ഭയമില്ല. കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. അവർ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയെന്ന് വചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൺമുൻപിലെ ദൈവത്തിൻ്റെ സഹായമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കൺമുൻപിലെ ദൈവത്തിൻ്റെ സഹായം കിട്ടാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ രാത്രി നിനക്ക് സഹായങ്ങൾ വാരി വിതറാൻ കർത്താവ് എഴുന്നള്ളുന്ന രാത്രിയാണെന്ന് മറന്നു പോകാതെ നിയമങ്ങളിൽ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലെടുത്ത് വെച്ച് അപ്രാപ്യമായ പാറയിലേക്ക് സ്വർഗം എന്നെ കയറ്റുന്ന വിശ്വാസത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ ഏറ്റെടുക്കാൻ പോകുന്ന രാത്രിയാണിത്. ഓ കർത്താവേ, എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൺമുമ്പിൽ ഈ രാത്രി അത്ഭുതങ്ങൾ ചൊരിയണം. വിശ്വസിക്കും മക്കളെ, വിശ്വസിച്ചാൽ അത്ഭുതങ്ങളാണ്. നൈറ്റ് വിഷൻ്റെ രാത്രികൾ അനേകം അത്ഭുതങ്ങളുടെ രാത്രിയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവൻ്റെ പക്കലേക്ക് കർത്തൃകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വചനം, സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ വചനം: ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, ചെവി ചായിച്ചെൻ്റെ നിലവിളി കേട്ട കർത്താവ്. വീണ്ടും സങ്കീർത്തനം 40-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ: ദൈവമായ കർത്താവേ, അങ്ങ് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ
അവ അസംഖ്യമാണല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകൾ അടച്ചേ, വലതുകരമുയർത്തി വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. നിനക്ക് വേണ്ടി അവൻ ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സങ്കീർത്തകനെ പോലെ ഒന്ന് ഏറ്റു പറഞ്ഞേ. ദൈവമായ കർത്താവേ, അങ്ങ് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസഖ്യമാണല്ലോ. ഓ കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. പ്രിയപ്പെട്ട മക്കളെ, രണ്ടു കരങ്ങളും ഉയർത്തിക്ക്. അത്ഭുതങ്ങളുടെ രാത്രിയായി ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. കർത്താവേ, അപ്രാപ്യമായ പാറയിലേക്ക് കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ജീവിതങ്ങൾ, നമ്പരങ്ങളും വേദനകളുമായിരിക്കുന്ന അനേകം ജീവിതങ്ങൾ, കർത്താവേ, ഇന്ന് നിന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറാൻ ഞങ്ങളെ കാണുന്ന, കരുതുന്ന, ഓർക്കുന്ന കർത്താവ്, ഓ കർത്താവേ, കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കബേസിനും കൂട്ടർക്കും വേണ്ടി സ്വർഗത്തിന്റെ സഹായം അയച്ചു എന്റെ കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ സ്വർഗത്തിന്റെ സഹായം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിലാപത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി, നന്ദി. അനുഗ്രഹത്തിന്റെ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, നമ്മുടെ മുറിയിലേക്ക്, രോഗക്കിടക്കയിലേക്ക് എല്ലാം ഈശോ കടന്നു വരികയാണ്. ഇന്ന് നമുക്ക് കാണണം, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ മക്കളെ. ദൈവം മാത്രമേ നമുക്കുള്ളൂ, നമുക്ക് വേറെ ആരുമില്ല. അവൻ്റെ ശക്തി വെളിപ്പെടും. അവൻ നമുക്കിന്ന് വലിയ അടയാളങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് തിരുവൾത്താരയിൽ ഈശോ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളൊക്കെ കാത്തിരുന്നു കൊണ്ട് അവനെ ഒരുമിച്ച് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം.